ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു നന്നായി പഴുത്ത പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തൊലി കറുത്തിട്ടുള്ള ഒരു പഴമാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ പെട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പഴം നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇത് തിളച്ച് വരുന്നേറ്റ് മുന്നേ തന്നെ നമുക്ക് പഴം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ വെള്ളത്തിലേക്ക് പഴം ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊന്തി കിടക്കും കേട്ടോ. അപ്പം നമ്മളതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പത്തിൻ്റെയും നൂലപ്പൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. വേണ്ട ഇതുപോലെ ഒരു പരന്ന കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കണതെങ്കിൽ അതിലുള്ള കട്ടകളൊക്കെ നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കൈയെടുക്കാതെ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കൈയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിന്ന് വിട്ടുപോരുന്ന ഒരു പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ നെയ്യാണ് ഉള്ളത് വെച്ചെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ആയാലും നെയ്യ് ആയാലും നല്ല രുചി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ടുപോരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക കേട്ടോ. ഷെയറും ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഞാനിതൊക്കെ ചെറിയ ബോൾസായിട്ട് കണ്ടോ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയുടെ അത്ര വലിപ്പമില്ല കേട്ടോ. നമ്മുടെ നാടൻ നെല്ലിക്കയില്ലേ ചെറുത്, ആ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതായതുകൊണ്ട് ചെറുതായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കിത് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെന്ത് വരുമ്പോൾ ഇത് ഇത്തിരി കട്ടിയായിട്ട് വരും കേട്ടോ. വേവിക്കാനായിട്ട് മുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടകളായിരുന്നു കേട്ടോ. ഇപ്പം നല്ല കട്ടിയായിട്ടുള്ള ഉണ്ടകളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വെക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1/4 കപ്പ് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതിന്. ഇനി ഇത് നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ തിളയ്ക്കണം കേട്ടോ. തിളച്ച് ഇതിലെ മധുരവും മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റും ഒക്കെ ആ ബോൾസിലേക്ക് ഇങ്ങനെ പിടിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായി വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൽ ഓരോ ബോൾസായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. എന്നും ഈ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഓരോ വെറൈറ്റികളൊക്കെ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് ആവും കേട്ടോ. മടിയൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയണത്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.